ബെൽജിയത്തിലെ ആന്റ്വർപ്പിൽ കപ്പലെത്തിയപ്പോൾ തന്നെ വലിയൊരു കാത്തിരിപ്പിന് നങ്കൂരമിട്ടു. 8 മാസത്തെ കടൽ ജീവിതത്തിന് ശേഷം ഇന്ന് നാട്ടിലേക്ക്. സാധാരണ റിലീവർ കപ്പലിലെത്തിയാൽ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നേരെ സൈൻ ഓഫ് ആവലാണ്. എന്നാൽ ഇത്തവണ ചെറിയൊരു പണി കിട്ടി. പകരക്കാര് കപ്പലിലെത്തിയിട്ട് സൈൻ ഓഫ് ആവാൻ കഴിഞ്ഞില്ല. കപ്പലിലൊരു സർവേ നടക്കുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കമ്പനി ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് അടുത്ത ദിവസത്തേക്കാക്കി. എങ്ങനെയൊക്കെ ഒരു ദിവസം കൂടി തള്ളി നീക്കി ബാഗും പാക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയെന്ന് വേണം പറയാൻ. ബ്രസൽസിൽ നിന്നും ആംസ്റ്റർഡാം, ആംസ്റ്റർഡാം നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം, അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. ബ്രസൽസിലെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഫ്ലൈറ്റിന് ടൈമായി. അരമണിക്കൂർ കൊണ്ട് അവിടുന്ന് ആംസ്റ്റർഡാമിലെത്തി. ആംസ്റ്റർഡാമിൽ നിന്ന് ഡൽഹിയിലേക്ക് 9 മണിക്കൂറത്തെ യാത്രയാണ്. ഫ്ലൈറ്റിൽ കയറിയ ഫുഡ് വന്നത് കഴിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. കുറച്ചു നേരം സ്ക്രീനിലൊക്കെ കുത്തി കളിച്ചിരുന്നപ്പോഴേക്കും ഫുഡ് വന്നു. അതും കഴിച്ച് കിടന്ന് നല്ലൊരു ഉറക്കം ഇറങ്ങി എണ്ണീറ്റപ്പോഴേക്കും ചായയും വന്നു. ഡൽഹി എയർപോർട്ടിൽ ടെർമിനൽ 3-യിലായിരുന്നു ഇറങ്ങിയത്. അവിടുന്ന് നടന്ന് ടെർമിനൽ 2-ലെത്തി. ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് എയർ ഇന്ത്യയിലാണ് പോകുന്നത്. ചെറിയ കാർമേഘങ്ങളുടെ അകമ്പടിയോടെ ഫ്ലൈറ്റ് പൊങ്ങി. ഇഡലിയും സാമ്പാറും ഉപ്പുമാവും വന്നു. മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അതും അകത്താക്കി കഴിഞ്ഞപ്പോഴേക്കും വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. സ്വന്തം നാട്ടിലേക്ക് ഇതുപോലെ വന്നിറങ്ങുമ്പോഴുള്ള സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അനുഭവിച്ചു തന്നെ അറിയണം.